KMIC News, നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. അറബിക് സർവകലാശാല സർക്കാർ നിലപാട് ജനവഞ്ചനയെന്ന് SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വിവിധ ജില്ലകളിൽ SSF സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. തിരുവനന്തപുരത്ത് SYS സ്വാന്തന കേന്ദ്രം തറക്കല്ലിടൽ ഈ മാസം 26-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. മർക്കസ് കാർഷിക പദ്ധതിയായ മസ്റക്ക് തുടക്കമായി. ആകാശക്കൊള്ള തുടരുന്നു, ഗൾഫ് വിമാന നിരക്ക് 10 ഇരട്ടി കൂട്ടി. മർക്കസ് കാർഷിക പദ്ധതിയായ മസ്റക്ക് തുടക്കമായി. കോട്ടയത്ത് ട്രാക്കിലൂടെ ബൈക്ക് ഓടിച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. കേരളത്തിലെ അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സംഭവം CBI അന്വേഷണം തുടരാമെന്ന് സുപ്രീംകോടതി. KM മാണിയും PC ജോർജും ഒരേ വേദിയിൽ, ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. വാർത്തകൾ വിശദമായി. കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും മധ്യേ പൂവന്തുരുത്ത് മാടമ്പുകാട് ഭാഗത്ത് ട്രെയിൻ അട്ടിമറി ശ്രമം. ട്രാക്കിലൂടെ ബൈക്ക് ഓടിച്ച യുവാവ് ട്രെയിൻ വരുന്നത് കണ്ട് ബൈക്ക് ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. തുടർന്ന് ട്രെയിൻ ബൈക്കിലിടിച്ച് ട്രാക്ക് തകർന്നു. ബൈക്ക് തകർത്ത് ട്രെയിൻ മുന്നോട്ടു പോയ ഭാഗത്തെ പാളത്തിൽ സുരക്ഷാ ലോക്കുകൾ പൂർണ്ണമായി തകർന്നു. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോയ മലബാർ എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രി 10ഓടെയാണ് സംഭവം. പാളത്തിന് നടുവിൽ ബൈക്ക് കണ്ട ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്താൻ ശ്രമിച്ചെങ്കിലും ബൈക്കിൽ ഇടിച്ച ശേഷമാണ് നിർത്താനായത്. ബൈക്ക് ഓടിച്ച യുവാവിനെ കണ്ടെത്താനായില്ല. 1 കിലോമീറ്ററോളം ഹെഡ്ലൈറ്റിട്ട് പാളത്തിന് നടുവിലൂടെ ബൈക്ക് ഓടിച്ച് യുവാവ് വരുന്നത് കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. അമിത വേഗത്തിലായതിനാൽ ഇയാളെ തടഞ്ഞു നിർത്താനായില്ല. ബൈക്ക് പൂർണ്ണമായും തകർന്നതിനാൽ നമ്പർ പ്ലേറ്റും കണ്ടെത്താനായില്ല. സംഭവം അറിഞ്ഞെത്തിയ റെയിൽവേ ഉദ്യോഗസ്ഥന്റെ കാർ തകർത്തതുമാണ് അട്ടിമറിയാണെന്ന് സംശയിക്കാൻ കാരണം. പിന്നീട് തിരുവനന്തപുരത്തേക്ക് പോയ അമൃത എക്സ്പ്രസിനു നേരെയും അട്ടിമറി ശ്രമം നടന്നു. പാളത്തിൽ ഇരുമ്പ് കമ്പിയും ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് സാധനങ്ങളും വെച്ചായിരുന്നു അട്ടിമറി ശ്രമം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സംഭവത്തിൽ CBI അന്വേഷണത്തിനെതിരായ ഹർജിയിൽ കേരള സർക്കാരുകൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ഹർജി തീർപ്പാവുന്നതുവരെ CBI അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. CBI അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുക്കം അനാഥശാലയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. CBI അന്വേഷണം തുടരാമെന്നും കേരളത്തിലെ അനാഥശാലകളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നത് ഗൌരവമുള്ള വിഷയമാണെന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. കേരളത്തിലെ അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സംഭവത്തിൽ വിവിധ കക്ഷികൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച് കേരള ഹൈക്കോടതിയാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്തർ സംസ്ഥാന വിഷയമായതിനാൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് നല്ലതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഹൈക്കോടതി വിധിയിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അനാഥശാല സുപ്രീംകോടതിയെ സമീപിച്ചത്. ജാർഖണ്ഡ്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇത് മനുഷ്യക്കടത്തല്ലെന്ന് വ്യക്തമാക്കിയ കാര്യം ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നായിരുന്നു ഹർജിയിലെ വാദം. തിടനാട് പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികത്തിനിടെ PC ജോർജ് MLAയും പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ കയ്യാങ്കളി. മന്ത്രിമാരായ KM മാണിയും PJ ജോസഫും വേദിയിലിരിക്കെയായിരുന്നു സംഭവം. ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു PC ജോർജ്. പ്രസംഗത്തിനിടെ KM മാണിക്കെതിരെ വിമർശനം ഉന്നയിച്ചതോടെ തിടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് മൈക്ക് ഓഫ് ചെയ്തു. ഇതിൽ പ്രകോപിതനായ PC ജോർജ് മൈക്ക് തകർത്തു. ഇത് മാണിയെ അനുകൂലിക്കുന്നവർ ചോദ്യം ചെയ്തതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. വേദിയിലേക്ക് തള്ളിക്കയറിയ ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനിടെ KM മാണിയെ അനുകൂലിക്കുന്നവർ പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് PC ജോർജ് MLA പറഞ്ഞു. എന്നാൽ KM മാണിയെ അധിക്ഷേപിച്ച് സംസാരിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മറുവിഭാഗം പറയുന്നു. പിന്നീട് നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് യോഗം തുടർന്നു. ഉന്തും തള്ളിനുമിടെ PC ജോർജിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ബെന്നിക്ക് പരിക്കേറ്റു. ജലനിധി പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കാനെത്തിയതായിരുന്നു PJ ജോസഫ്. ആന്റോ ആന്റണി MP വേദിയിലുണ്ടായിരുന്നു. ഗൾഫ് വിമാന നിരക്ക് 10 ഇരട്ടി കൂട്ടി ആകാശക്കൊള്ള. കോഴിക്കോട് അബുദാബി ഏകയാത്രക്ക് 67,758 രൂപ.
ഗൾഫിൽ വിദ്യാലയങ്ങൾ തുറക്കുന്ന സമയം മുതലെടുത്ത് വിമാനക്കമ്പനികൾ യാത്രാനിരക്ക് 10 ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് യാത്രക്കാരെ വെട്ടിലാക്കി. ഓഗസ്റ്റ് 2ാം വാരം മുതൽ സെപ്റ്റംബർ 2ാം വാരം വരെയുള്ള കാലയളവിലാണ് വിമാനയാത്രക്കൂലി സകല കീഴ്വഴക്കങ്ങളും ലംഘിച്ച് കുത്തനെ ഉയർത്തിയത്. കോഴിക്കോട് ഗൾഫ് റൂട്ടിലാണ് യാത്രാനിരക്ക് 10 ഇരട്ടി വരെ വർദ്ധിപ്പിച്ച് യാത്രക്കാരെ ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കുന്നത്. ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 6 വരെയുള്ള തീയതികളിൽ 20,000 രൂപ മുതൽ 30,000 രൂപ വരെ ഈടാക്കി മാസങ്ങൾക്ക് മുമ്പേ വിമാനക്കമ്പനികൾ റിസർവേഷൻ തുടങ്ങിയിരുന്നു. ബജറ്റ് എയർലൈനുകളായ എയർ അറേബ്യ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ ദുബായ്, അബുദാബി, ഷാർജ എയർപോർട്ടുകളിലേക്ക് കോഴിക്കോട് നിന്ന് 30,000 രൂപ മുതൽ 35,000 രൂപ വരെ സെപ്റ്റംബർ ആദ്യവാരത്തിൽ ഈടാക്കുന്നതിന്റെ മറപിടിച്ച് മറ്റ് വിമാനക്കമ്പനികൾ യാത്രാനിരക്കിൽ വൻ വർധന നടത്തുകയായിരുന്നു. കോഴിക്കോട് നിന്ന് അബുദാബിയിലേക്ക് സെപ്റ്റംബർ 4-ന് 67,758 രൂപയുടെ നിരക്ക് നിശ്ചയിച്ചാണ് ഇത്തിഹാദ് എയർലൈൻസ് യാത്രക്കാരെ പിഴിയുന്നത്. സെപ്റ്റംബർ ആദ്യവാരത്തിലെ ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും ഇത്തിഹാദ്, ജെറ്റ് എയർവേസ് എന്നിവ ഏതാണ്ട് 41,000 മുതൽ 55,000 രൂപ വരെയാണ് യാത്രാ നിരക്ക് ഈടാക്കുന്നത്. കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നും UAE-യിലേക്ക് വൻ നിരക്കാണ് വിമാനക്കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നത്. താരതമ്യേന കുറഞ്ഞ നിരക്ക് അബുദാബി, ദുബായ് എന്നിവിടങ്ങളിലേക്ക് ഈടാക്കാറുള്ള ജെറ്റ് എയർവേസ് മംഗലാപുരത്തു നിന്നും ഇക്കുറി വൻ നിരക്കാണ് ഈടാക്കുന്നത്. മലബാർ മേഖലയിലുള്ളവർ ആശ്രയിക്കുന്ന മംഗലാപുരത്ത് നിന്ന് നിരക്ക് കുത്തനെ ഉയർത്തിയതോടെ ഈ സീസണിൽ താരതമ്യേന യാത്രാനിരക്ക് കുറഞ്ഞ ഗോവ എയർപോർട്ടിനെയാണ് യാത്രക്കാരിൽ നല്ലൊരു വിഭാഗം ആശ്രയിക്കുന്നത്. സൗദിയിലെ വിമാനത്താവളങ്ങളായ ദമാം, റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിലേക്ക് എയർ ഇന്ത്യയും സൗദി എയർലൈൻസുകളും തങ്ങളുടെ നേരിട്ടുള്ള സർവീസിൽ യാത്രാനിരക്ക് കുത്തനെ കൂട്ടിയിട്ടുണ്ട്. ഇതോടെ കണക്ഷൻ സർവീസുകൾ നടത്തുന്ന വിമാനക്കമ്പനികൾ തങ്ങളുടെ യാത്രാനിരക്ക് 10 മടങ്ങാണ് വർദ്ധിപ്പിച്ചത്. കുവൈത്ത് സെക്ടറിലേക്ക് സെപ്റ്റംബർ ആദ്യവാരത്തിൽ മിക്ക വിമാനങ്ങളിലും ടിക്കറ്റുകൾ ലഭ്യമല്ലാതായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് കുവൈറ്റ് എയർവേസ് 28,000 രൂപയ്ക്ക് മുകളിലാണ് കുവൈത്തിലേക്ക് ഈടാക്കുന്നത്. പെരുന്നാൾ കഴിഞ്ഞുള്ള തിരക്ക് അവസാനിക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി കഴിഞ്ഞ് തുറക്കുന്നതും തിരുവോണം കഴിഞ്ഞുള്ള തിരക്കും ഒന്നിച്ചായതാണ് വിമാനക്കമ്പനികൾക്ക് കൊയ്ത്തായത്. 8-10 ഇരട്ടി യാത്രാക്കൂലി വർദ്ധിപ്പിച്ചതോടെ അവധിക്ക് നാട്ടിലെത്തിയ കുടുംബങ്ങളാണ് കൂടുതൽ ദുരിതത്തിലായത്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. സ്വർണ്ണവില വീണ്ടും 20,000 രൂപയിലെത്തി. പവന് 480 രൂപ കൂടി 20,320 രൂപയായി. ഗ്രാമിന് 60 രൂപ കൂടി 2,540 രൂപയായി. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉയർന്നതും രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവുമാണ് വില കൂടാൻ കാരണമായത്. 2 ദിവസത്തിനുള്ളിൽ പവന് 720 രൂപയാണ് കൂടിയത്. കഴിഞ്ഞ ദിവസം പവന് 240 രൂപ കൂടിയിരുന്നു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. UAE വിശേഷങ്ങൾ. ഡ്യൂട്ടി അടക്കാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാവുന്ന വസ്തുക്കളുടെ പരിധി കേന്ദ്ര സർക്കാർ ഉയർത്തി. ഇനി മുതൽ 45,000 രൂപ വരെ വിലയുള്ള വസ്തുക്കൾ പ്രവാസി ഇന്ത്യക്കാർ, ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശികൾ എന്നിവർക്ക് കൊണ്ടുപോകാനാവുന്നതാണ്. സിഡ്നി ഓപ്പേറ ഹൌസിന്റെ മാതൃകയിൽ നിർമ്മിക്കുന്ന ദുബായ് ഓപ്പേറ അടുത്ത വർഷം മാർച്ചിൽ പൂർത്തീകരിക്കുമെന്ന് നിർമ്മാതാക്കളായ ഇമാർ പ്രോപ്പർട്ടീസ് അറിയിച്ചു. അബുദാബി നഗരസഭയുടെ സഹകരണത്തോടെ അബുദാബി പോലീസ് കടയോരങ്ങളിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിന് തൊട്ടുപിറകെ ഇന്ത്യൻ വ്യോമസേനാ തലവൻ എയർ ചീഫ് മാർഷൽ അരൂബ് റാഹ UAE-യിലെത്തി. UAE എയർഫോഴ്സ് എയർ ഡിഫൻസ് വിഭാഗം കമാൻഡറും എയർവേസ് മാർഷലുമായ ഇബ്രാഹിം നാസർ മുഹമ്മദ് അൽ അലാവി അരൂബ് റാഹയെ സ്വീകരിച്ചു. കായിക താരത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന വീഡിയോ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ നിക്ഷേപിച്ചതിന് മറ്റൊരു കായിക താരത്തെ അറസ്റ്റ് ചെയ്യാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. സൈബർ കുറ്റകൃത്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന UAE ഫെഡറൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത്. ആഗോള ഇസ്ലാമിക പണ്ഡിതനും ഗ്രന്ഥകാരനും കാരന്തൂർ മർക്കസ് അക്കാദമിക് വിഭാഗം ഉപദേശകനുമായ ഡോക്ടർ ഉമർ അബ്ദുള്ള കാമിൽ, സമസ്ത കേന്ദ്ര മുഷാവറ അംഗം MT മാനമുസ്ലിയാർ മോളൂർ, മുസാവറ അംഗമായിരുന്ന എടക്കര വീരാൻകുട്ടി മുസ്ലിയാരുടെ ഭാര്യ ആയിഷ എന്നിവരുടെ നിര്യാണത്തിൽ ICF UAE നാഷണൽ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. പരേതർക്കായി മയ്യത്ത് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ,
കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സംസ്ഥാനത്ത് അറബിക് സർവകലാശാല സ്ഥാപിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിൽ നിന്നുള്ള UDF സർക്കാരിന്റെ പിന്മാറ്റം ജനവഞ്ചനയാണെന്ന് SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. സാമുദായിക പ്രശ്നം ചൂണ്ടിക്കാട്ടി പദ്ധതിയോട് സർക്കാർ മുഖം തിരിക്കുന്നത് സംഘ്പരിവാർ ശക്തികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭാഷയെ മതവൽക്കരിക്കുകയും അതുവഴി വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുകയും ചെയ്യാനുള്ള നീക്കം ഉത്കണ്ഠാജനകമാണ്. മതേതര മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധികാരത്തിലേറിയവരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം തെറ്റായ പ്രവണതകൾ സംസ്ഥാനത്ത് വർഗീയ സംഘടനകൾക്ക് വേരുറപ്പിക്കാനുള്ള അവസരമൊരുക്കും. അറബിക് സർവകലാശാലയെന്ന ആവശ്യം സാമുദായികമല്ല. ഭാഷയെ ആശയവിനിമയോപാധിയായി കാണുന്നതിനു പകരം സങ്കുചിത മനസ്സോടെ സമീപിക്കാനാണ് ചിലർ തിടുക്കപ്പെടുന്നത്. അറബിക് സർവകലാശാലയെന്ന ആവശ്യത്തിൽ വർഗീയ താൽപര്യമുണ്ടെന്ന് ഭയക്കുന്നവർക്ക് 2011 നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ തിരിച്ചറിവുണ്ടായില്ലെന്നത് ആശ്ചര്യകരമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിലവിലുള്ള ഒരു രാജ്യത്ത് ഒരു ഭാഷയെ മുഖ്യ വിനിമയ മാധ്യമമാക്കി സർവകലാശാല സ്ഥാപിക്കുന്നതിൽ അനൌചിത്യമുണ്ടാകേണ്ടതില്ല. ഭരണത്തിന്റെ അവസാന നാളുകളിലെങ്കിലും പഴയ വാഗ്ദാനം നിറവേറ്റാൻ സർക്കാർ ഇച്ഛാശക്തി കാട്ടണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. കെ അബ്ദുൽ കലാം മാവൂർ, M അബ്ദുൽ മജീദ്, ഉമർ ഓങ്ങല്ലൂർ, PA മുഹമ്മദ് ഫാറൂഖ് നൈമി, കെ അബ്ദുറഷീദ് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ദേളി ജാമിയ സദിയ ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് ക്ലബ്ബ് ആരംഭിച്ചു. ജില്ലാ ഡെപ്യൂട്ടി കലക്ടർ N ദേവിദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജാമിയ സദിയ സെക്രട്ടറി AV അബ്ദുള്ള മുസ്ലിയർ മാണിക്കോത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ T അബ്ദുൽ വഹാബ് CBSE പബ്ലിക് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കും മദ്രസ പൊതുപരീക്ഷ റാങ്ക് ജേതാവിനുമുള്ള അവാർഡുകൾ സമ്മാനിച്ചു. KP ഹുസൈൻ സൈദി, KC റോഡ്, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സൈദി തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർകോട് ജില്ലയിലെ CBSE അംഗീകരിച്ച ആദ്യ സ്കൂളുകളിൽ ഒന്നാണ് സൈദിയ. നിലവിൽ 2500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസ് അക്കാദമിക രംഗത്ത് മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. CBSE അവാർഡ് എക്സാമുകളിൽ തുടർച്ചയായി 100 മേനി നിലനിർത്തുന്ന സൈദിയ കൂടുതൽ വേറിട്ട പദ്ധതികൾ കൂടി സമൂഹത്തിന് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മർക്കസ് കാർഷിക പദ്ധതിയായ മസ്റക്ക് തുടക്കമായി. പദ്ധതി പ്രഖ്യാപനം ഇന്നലെ വൈകിട്ട് മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ നിർവഹിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മലേഷ്യൻ പ്രതിനിധി ദാത്തോ റസാലി ഹസൻ മുഖ്യാതിഥിയായിരുന്നു. മസ്റ ഡയറി ഫാം, ഗോഡ് ഫാം, പോൾട്രി ഫാം, അഗ്രികൾച്ചർ ഫാം, മത്സ്യകൃഷി, മസ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാം റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് എന്നിവയാണ് മർക്കസ് കാർഷിക പദ്ധതിയിലുള്ളത്. വിഷാംശങ്ങളില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ സാധാരണക്കാർക്ക് എത്തിക്കാനുള്ള ബൃഹത് സംരംഭങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. മർക്കസ് കാർഷിക ശില്പശാലയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കേരള വെറ്ററിനറി ആന്റ് ആനിമൽ സയൻസ് സർവകലാശാല VC ഡോക്ടർ B അശോക് IAS കാർഷിക പദ്ധതിയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഖാലിദ് കിളിമുണ്ട, ഷാജഹാൻ, സലീം മടവൂർ, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, സിദ്ധാർത്ഥൻ, O സലീം തുടങ്ങിയവർ സംസാരിച്ചു. SYS സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന സാന്ത്വന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ഈ മാസം 26-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. വിശദമായ റിപ്പോർട്ടിലേക്ക്. SYSന്റെ സാന്ത്വനം തണൽ ഇനി RCCയുടെ ചാരത്തും.
റീജിയണൽ ക്യാൻസർ സെന്ററിലും ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലും മെഡിക്കൽ കോളേജിലും ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് ആശ്രയമാകാൻ നിർമ്മിക്കുന്ന സാന്ത്വന കേന്ദ്രത്തിന് ഈ മാസം 26-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലയിടും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലെ സ്വദേശാഭിമാനി ഹാളിലാണ് ശിലാസ്ഥാപന സമ്മേളനം നടക്കുക. മന്ത്രിമാർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. ജീവകാരുണ്യ ആതുര സേവന രംഗത്ത് SYS നടത്തുന്ന പ്രവർത്തനങ്ങളിലെ നിർണായക ചുവടുവയ്പ്പാണ് സാന്ത്വന കേന്ദ്രം. ഇത് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സാന്ത്വന പ്രവർത്തനങ്ങളുടെ ആസ്ഥാന മന്ദിരമായിരിക്കും. ഈ രംഗത്ത് SYSന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗം കൂടിയാണിത്. ദരിദ്ര അവശ്യ വിഭാഗങ്ങൾക്ക് മുൻതൂക്കം നൽകും വിധമായിരിക്കും കേന്ദ്രത്തിന്റെ പ്രവർത്തനം. കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രമെന്ന നിലയിൽ RCCയിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരങ്ങൾക്ക് സാന്ത്വന കേന്ദ്രം ആശ്വാസമാകും. RCCയും ശ്രീചിത്രയും മെഡിക്കൽ കോളേജും ഉൾപ്പെടുന്ന 3 പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളുടെ തൊട്ടടുത്തായാണ് സാന്ത്വന കേന്ദ്രത്തിന്റെ ബഹുനില മന്ദിരം പണിയുന്നത്. ദുരിതാശ്വാസം, ആതുര സേവനം, ഭവന നിർമ്മാണം, വിവാഹം തുടങ്ങി ജീവകാരുണ്യ രംഗത്ത് പ്രതിവർഷം ഏതാണ്ട് 5 കോടി രൂപയാണ് SYS ചെലവിടുന്നത്. സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന നിർധനർക്കുള്ള മെഡിക്കൽ കാർഡുകൾ, സൌജന്യ മരുന്ന് വിതരണ പദ്ധതികൾ, സർക്കാർ ആശുപത്രികളിലെ സന്നദ്ധ സേവകർ, ഡയാലിസിസ് സെന്ററുകൾ, ആംബുലൻസ് സർവീസുകൾ തുടങ്ങിയ മേഖലകളിൽ SYS സജീവ സാന്നിധ്യമാണ്. ശിലാസ്ഥാപന സമ്മേളനത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. ജില്ലാ സെക്രട്ടറി നേമം സിദ്ദിഖ് സഖാഫി ചെയർമാനും ഷറഫുദ്ദീൻ പോത്തൻകോട് കൺവീനറുമായ 21-അംഗ സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. റഫീഖ് നരിക്കുനി, KMAC ന്യൂസ്, തിരുവനന്തപുരം. പയ്യോളി പള്ളിക്കര യൂണിറ്റ് SYSന്റെ നേതൃത്വത്തിൽ സാന്ത്വനം ക്ലബ്ബ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 23-ന് ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് പള്ളിക്കര ALP സ്കൂളിലാണ് പരിപാടി. സ്ഥലം MLA K ദാസൻ ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ നാസർ സഖാഫി MA അധ്യക്ഷനായിരിക്കും. ഹനീഫ സഖാഫി വടകര മുഖ്യ പ്രഭാഷണം നടത്തും. പരിപാടിയുടെ ഭാഗമായി മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട മുഴുവൻ സാമഗ്രികളും, പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണം, നിർധരരായ രോഗികൾക്കുള്ള മരുന്ന്, വീൽചെയർ, എയർബെഡ് തുടങ്ങിയവ വിതരണം ചെയ്യും. പരിപാടിയിൽ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ സംബന്ധിക്കും. 22ാമത് മലപ്പുറം ജില്ലാ SSF സാഹിത്യോത്സവിന് പുത്തനത്താണിയിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവിന് ഞായറാഴ്ച സമാപനം കുറിക്കും. ഇന്ന് വൈകുന്നേരം 4 മണിയോടെ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ഘോഷയാത്രയിൽ 14 ഡിവിഷനുകളിൽ വിവിധ വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന 14 പ്ലോട്ടുകൾ അവതരിപ്പിച്ചു. സാഹിത്യോത്സവ സ്വാഗത സംഘം ചെയർമാൻ മാളിയേക്കൽ സുലൈമാൻ സഖാഫി പതാക ഉയർത്തി. പ്രമുഖ തമിഴ് സാഹിത്യകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ തോപ്പിൽ മുഹമ്മദ് മീരാൻ സാഹിത്യോത്സവ ഉദ്ഘാടനം ചെയ്യും. NK പ്രേമചന്ദ്രൻ MP, KT ജലീൽ MLA, MP ശ്രീരാമകൃഷ്ണൻ MLA, VT ബൽറാം MLA, ഡോക്ടർ ഹുസൈൻ അണ്ടത്താണി, SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി M അബ്ദുൽ മജീദ് എന്നിവർ സംസാരിക്കും. സയ്യിദ് ഹുസൈൻ ജമലുലൈലി അസഖാഫി, അബു ഹനീഫൽ ഫൈസി തെന്നല, PKM സഖാഫി ഇരിങ്ങലൂർ, മുസ്തഫ മാസ്റ്റർ കോഡൂർ, അബൂബക്കർ ഷെർവാനി തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. 14 ഡിവിഷനുകളിൽ നിന്നായി 2500 പ്രതിഭകളാണ് സാഹിത്യോത്സവിൽ മാറ്റുരക്കുക. 7 വിഭാഗങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങൾക്കായി 11 വേദികൾ ഒരുക്കിക്കഴിഞ്ഞു. മൌലിദ് പാരായണം, മാലപ്പാട്ട്, ബുർദാലാപനം, ദഫ്, അറബന തുടങ്ങിയ പരമ്പരാഗത കലകൾക്കു പുറമെ പുതിയ കാലത്തിന്റെ ഗതിയും വേഗതയും അറിയുന്ന ഒട്ടേറെ പുതുമയുള്ള മത്സരങ്ങൾ സാഹിത്യോത്സവിലുണ്ട്. സീറ പാരായണം, ഖവാലി, ന്യൂസ് റീഡിംഗ് തുടങ്ങിയവയാണ് ഈ വർഷത്തെ സാഹിത്യോത്സവിലെ പുതിയ ഇനങ്ങൾ. പ്രൊജക്ട്, ഡോക്യുമെന്ററി നിർമ്മാണം, കൊളാഷ് നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങളുമുണ്ട്. ജില്ലയിലെ 150-ലധികം ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ക്യാമ്പസ് വിഭാഗത്തിൽ മത്സര രംഗത്തുണ്ടാകും. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി മുഖ്യാതിഥിയായിരിക്കും. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി പ്രഭാഷണം നടത്തും. സയ്യിദ് അബ്ദുറഹ്മാൻ ബായാർ തങ്ങൾ, VPM ബഷീർ പാവന്നൂർ, സയ്യിദ് KPH തങ്ങൾ, M മുഹമ്മദ് പറവൂർ തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. ധാർമ്മിക കലയുടെ പുതിയ ഈണവും താളവും പകർന്ന് 22ാമത് SSF കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിന് കുമ്പള ശാന്തിപ്പള്ളത്ത് കൊടി ഉയർന്നു. മാപ്പിള കലകളുടെ പാരമ്പര്യ തനിമയും സാംസ്കാരിക സാമ്രാജ്യത്വത്തിനെതിരെ ധാർമ്മിക രോഷവും ജ്വലിക്കുന്ന നാക്കും തൂലികയുമായി മഞ്ചേശ്വരം, ഉദുമ, കാസർഗോഡ്, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ബദിയടുക്ക എന്നീ 6 ഡിവിഷനുകളിൽ നിന്ന് സബ് ജൂനിയർ, ജൂനിയർ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, സീനിയർ, ക്യാമ്പസ്, ജനറൽ എന്നീ വിഭാഗങ്ങളിലായി 1500-ലേറെ പ്രതിഭകൾ മാറ്റുരക്കും. SSF കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി ചിപ്പാറിന്റെ നേതൃത്വത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഹബീബുൽ അഹദൽ തങ്ങൾ പതാക ഉയർത്തി.
9 വേദികളിലായി 115 ഇനങ്ങളിൽ 1500-ലേറെ മത്സരാർത്ഥികൾ മാറ്റുരക്കുന്ന സാഹിത്യോത്സവിലേക്ക് മത്സരാർത്ഥികളെയും പ്രേക്ഷകരെയും വരവേൽക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങളാണ് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവ സ്വാഗത സംഘം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്യാമ്പസ്, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് പ്രത്യേക മത്സരങ്ങൾ ഒരുക്കുന്നതിലൂടെ വിവിധ ഭാഷാപ്രസംഗങ്ങളും എഴുത്തു മത്സരങ്ങളും ഭാവി സാഹിത്യകാരന്മാരെയും പ്രഭാഷകരെയും കണ്ടെത്തുന്നതിന് സാഹിത്യോത്സവിൽ സഹായകമേകും. പ്രതിഭകൾക്ക് തുടർ പരിശീലനം നൽകി ഉയർത്തിക്കൊണ്ടുവരികയെന്നത് സാഹിത്യോത്സവിന്റെ പ്രത്യേകതയാണ്. ധാർമ്മിക വിപ്ലവം എന്ന മുദ്രാവാക്യമുയർത്തി 42 വർഷം പിന്നിടുന്ന SSF 20ാം വാർഷികാഘോഷ ഭാഗമായാണ് ആദ്യമായി സാഹിത്യോത്സവ് എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത്. നാളെ നടക്കുന്ന ഔദ്യോഗിക ഉദ്ഘാടന സെഷനിൽ സയ്യിദ് ഹബീബുൽ അഹദൽ തങ്ങളുടെ അധ്യക്ഷതയിൽ SYS കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉദ്ഘാടനം ചെയ്യും. വിവിധ സാമൂഹിക, സാംസ്കാരിക, പ്രാസ്ഥാനിക നേതാക്കൾ സംബന്ധിക്കും. ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി ചിപ്പാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന വിസ്ഡം കൺവീനർ ജാഫർ CN ഉദ്ഘാടനം ചെയ്തു. സിദ്ദീഖ് പൂത്തപ്പലം, അബ്ദുസലാം സഖാഫി പാടലുക്ക, ഉമർ സഖാഫി പള്ളത്തൂർ, ഫാറൂഖ് കുബണൂർ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. SSF കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവിന് നാളെ തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് സാഹിത്യോത്സവിന്റെ ഔപചാരിക ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് റഫീഖ് അമാനിയുടെ അധ്യക്ഷതയിൽ കഥാകൃത്ത് P. സുരേന്ദ്രൻ നിർവഹിക്കും. SSF സംസ്ഥാന സെക്രട്ടറി CN ജാഫർ സാഹിത്യോത്സവ സന്ദേശം നൽകും. വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ K. സുരേന്ദ്രൻ, MV ജയരാജൻ, KM സൂപ്പി എന്നിവർ സംബന്ധിക്കും. തുടർന്ന് 9 ഡിവിഷനുകളിൽ നിന്നായി 103 മത്സര ഇനങ്ങളിൽ 1000-ൽ പരം പ്രതിഭകൾ മാറ്റുരക്കും. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം അഷ്റഫ് സഖാഫിയുടെ അധ്യക്ഷതയിൽ KP ഹംസ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കേരള കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ മുഖ്യാതിഥിയായിരിക്കും. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ, PK അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ ട്രോഫി വിതരണം ചെയ്യും. N. അബ്ദുൽ ലത്തീഫ് സൈദി പഴശ്ശി അനുമോദന പ്രഭാഷണം നടത്തും. SYS, SJM, SSF സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കും. ഓണപ്പറമ്പിൽ ഖുർആനും മദ്രസയും കത്തിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വിളിച്ചു ചേർത്ത ജനറൽ ബോഡി യോഗത്തിൽ അക്രമം, ഒരാൾക്ക് പരിക്ക്. 5 ലക്ഷം നഷ്ടപരിഹാരം നൽകി അക്രമികൾക്ക് മാപ്പ് നൽകാനുള്ള ചർച്ചകൾക്കിടയിലാണ് അക്രമം നടന്നത്. മഹല്ലി നിവാസി ഷഫീഖിനാണ് തലയ്ക്ക് പരിക്കേറ്റത്. പരിക്കേറ്റ ഷഫീഖ് ഇന്ന് രാത്രി KMIC-യിൽ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറബിക് സർവകലാശാല സർക്കാർ നിലപാട് ജനവഞ്ചനയെന്ന് SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വിവിധ ജില്ലകളിൽ SSF സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. തിരുവനന്തപുരത്ത് SYS സ്വാതന്ത്ര്യ കേന്ദ്രം തറക്കല്ലിടൽ ഈ മാസം 26-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. മർക്കസ് കാർഷിക പദ്ധതിയായ മസ്റക്ക് തുടക്കമായി. ഓണപ്പറമ്പിൽ ഖുർആനും മദ്രസയും കത്തിച്ചതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ അക്രമം, ഒരാൾക്ക് പരിക്ക്. കേരളത്തിൽ അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സംഭവം CBI അന്വേഷണം തുടരാമെന്ന് സുപ്രീംകോടതി. KM മാണിയും PC ജോർജും ഒരേ വേദിയിൽ, ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.